ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ സൂപ്പാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാരറ്റ്, വലിയ ഉള്ളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് നമ്മൾ എത്രത്തോളം സൂപ്പ് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കണം കേട്ടോ. അതെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കിലോ ചിക്കൻ, ബോൺലെസ് ആണെങ്കിൽ ഒരു 200 ഗ്രാം മതിയാവും. അത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നല്ലപോലെ വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അത് കോരി മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് കീറി എടുക്കുക. അതിനുശേഷം ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട ആ വെന്ത ഈ വെള്ളം അരിച്ചെടുത്ത് ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെക്കണം ഒരു സൈഡിലേക്ക് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 4-4.5 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ചിക്കൻ സൂപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഈ പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരുമാതിരി ബ്രൗൺ നിറം, ഗോൾഡൻ നിറമാവും. കുരുമുളക് പൊടി, നമ്മൾ ചെറിയ ഉള്ളി, മല്ലിച്ചപ്പ്, ഒരു നമ്മുടെ 2 സ്പൂൺ, ഒരു മുട്ട എടുത്ത് നല്ലപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന് കുറച്ച് മാറ്റി വെച്ച ക്യാരറ്റ്, അതുപോലെ നമ്മുടെ സലാഡ്, വെളുത്ത് ഇതെല്ലാം ഇട്ടിനകത്ത് ചെറുതായിട്ട് കിടക്കുന്നത് ഒക്കെ ഇട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിൻ്റെ പാകത്തിന് ആൻസറിന് ഒഴിക്കുക. ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സോയാ സോസ് നല്ലൊരു 1 സ്പൂൺ പരുവത്തിൽ കിട്ടണം. ഇത് ഡാർക്കാണ്, 2-2.5 സ്പൂണ് ലൈറ്റ് കളറും ഉണ്ട്. അത് വെള്ളത്തിൽ കലക്കി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കളറ് എങ്ങനെ എല്ലാം കൂടെ നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് മിക്സ് ചെയ്ത് ഉപയോഗിക്കും. അടിപൊളി ചിക്കൻ സൂപ്പ് റെഡി. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. റെഡ് ചില്ലി ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, തരിതരിപ്പായിട്ട് പൊടിച്ചത്. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കീറി പൊടിച്ചെടുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. കോൺഫ്ലവർ തേച്ച് തിളച്ച് കഴിയുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ നല്ല പരുവത്തിൽ റെഡി ആയിട്ടുള്ള ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരവരുടെ ആവശ്യാനുസരണം ഉപ്പ്, പുളി എല്ലാം ബാലൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം കൂട്ടി കൊടുക്കുക. അതുപോലെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരല്പം കോൺഫ്ലവറും കൂടെ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പം നമ്മുടെ ചിക്കൻ സൂപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ ഹെൽത്തി ഡിഷാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചിക്കൻ സൂപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ജോളി റെജി സൂപ്പർ വ്ളോഗ്, ഇതാണ് നമ്മുടെ ചാനൽ നെയിം. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഓൾ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.